ഞാൻ എല്ലാവരുടെയും വയറ് നിറയണം, അതേപോലെ തന്നെ എല്ലാവരുടെയും മനസ്സ് നിറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് രാവിലെ തന്നെ ഉപ്പുമാവും പഴവും ഉണ്ടാക്കി കൊടുത്തത്. ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പും 8 മണിക്ക് 9 മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ പേരിലും ഓരോരുത്തർ എന്നെ കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്ന് നമ്മുടെ അനുമോള് ആര്യനോടും അതേപോലെ തന്നെ ശാരികനോടും പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഇവിടെ കുറ്റം പറഞ്ഞത്? അനുമോളെ നീ ഉണ്ടാക്കിയ ഭക്ഷണം സൂപ്പറാണ്, ഞാൻ ഇതേ 2 പ്രാവശ്യം എടുത്തിട്ട് കഴിച്ചു. ആ പഴം കൂട്ടി കഴിക്കുന്നതും കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ ചേച്ചി? ആ പഴം കൂട്ടിയാണ് ഞാനും കഴിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ആര്യനും പറയുന്നുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഞാൻ ഇപ്പോഴാണ് നന്നായി ഭക്ഷണം കഴിക്കുന്നത്. ശാരികയും പറയുന്നുണ്ട്, അനുമോൾ ഇപ്പോൾ കിച്ചൺ ടീമിൽ കയറിയപ്പോഴാണ് ഞാൻ എൻ്റെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് അതിനകത്തും പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട് അനുമോൾ. അക്ബറിനെയാണ് പറയുന്നത്. ആ സമയത്ത് ആര്യം പറയുന്നുണ്ട്, നീ അതൊന്നും നോക്കണ്ട, നിൻ്റെ ജോലി നന്നായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത്. അപ്പോൾ ആര്യന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് അനുമോൾ. ആര്യൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ നന്നായിട്ടാണ് കിച്ചൺ ടീമിൽ ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ അതിനെക്കുറിച്ചും മറ്റുള്ളവർ പറയുന്നതിനെക്കുറിച്ചും ഒന്നും തന്നെ നീ ചിന്തിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല, നീ നിൻ്റെ ജോലി നന്നായിട്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ അവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആര്യം പറയുന്നത്, കരയേണ്ടൊന്നും യാതൊരുവിധ ആവശ്യമില്ല, പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ എന്ന്. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, അനുമോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, അനുമോൾ നന്നായി പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, നീ ആരുടെ മുമ്പിൽ കരയാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട, പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ എന്ന് അനുമോളോട് ശാരികയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്.